നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാചകവാതക വിലയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. സാധാരണക്കാർക്ക് ഇരട്ടടിയായിട്ട് രാജ്യത്തിപ്പോൾ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സിലിണ്ടറിന് കൂടിയത് 6 രൂപയാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില 1812 രൂപയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിലിണ്ടറിൻ്റെ വില 1806 രൂപയായിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് 1500 രൂപയോളം വരുന്ന സ്കോളർഷിപ്പ്. മാർഗദീപം എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപേക്ഷകൾ ഇതിന്റെ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് അർഹതയുണ്ടാവുക. ക്രിസ്ത്യൻ, മുസ്ലിം, അതോടൊപ്പം തന്നെ ജൈന, സിഖ്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും അപേക്ഷ വയ്ക്കുന്നതിന് അവസരമുണ്ടായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെടുക. അപേക്ഷ വയ്ക്കേണ്ട രീതി, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം സഹിതം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് പാസ്ബുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് മാർച്ച് മാസം മുതൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ലഭിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മൾ പരിശോധന നേരിടേണ്ടതായിട്ട് വരും. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ ഈ മാർച്ച് മാസം മുതലൊക്കെ ആയിരിക്കും ആരംഭിക്കുക. വീടുകളിൽ എത്തിച്ചേർന്നാണ് പ്രധാനമായിട്ടും നമ്മുടെ വീടിന്റെ വിസ്തീർണം, അതോടൊപ്പം തന്നെ അത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ, വീട്ടിൽ AC ഉണ്ടോ, വീട്ടിൽ വാഹനമുണ്ടോ, അത് 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള വാഹനമാണോ, നമ്മുടെ സ്ഥലവിസ്തൃതി അത് 2 ഏക്കറിന് മുകളിലൊക്കെ ഉണ്ടോ, അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം, എല്ലാ വരുമാന സ്രോതസ്സുകളും കൃത്യമായി പരിഗണിക്കപ്പെടുന്നതാണ്. അത് 1 ലക്ഷമോ അതിന് മുകളിലോ ഒക്കെ കിടക്കുന്നുണ്ടോ എന്ന് സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ കൃത്യമായി പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളായിരിക്കും പരിശോധന വിധേയമാക്കുന്നത്. അനർഹമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ പെൻഷൻ പദ്ധതിയിൽ നിന്നൊക്കെ തന്നെ പുറത്താക്കുന്ന നടപടികളും സ്വീകരിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ വിതരണത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. 2025 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് മാസം 3-ാം തീയതി തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. മാർച്ച് 4 ചൊവ്വാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് നമ്മുടെ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്ന് മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7930 രൂപയിലും അതോടൊപ്പം തന്നെ പവന് 63,440 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.